നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM സമുന്നത നേതാവ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് സ്വർണ്ണ മോഷണം എത്താതിരിക്കാൻ പുതിയ തന്ത്രവുമായി CPM. പത്മകുമാറിനെ CPM കൈവിടില്ല എന്ന പ്രതീതി സൃഷ്ടിച്ച് അയാളിൽ നിന്നും പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാതിരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ സാഹചര്യത്തിൽ CPM കെട്ടുകെട്ടും. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ ശബരിമല കൊള്ളയ്ക്ക് പാർട്ടിയും സർക്കാരും കൂട്ടുനിന്നതായി ആരോപണം ഉയരും. അയ്യപ്പന്റെ പൊന്നു മോഷ്ടിച്ചവരെ സംരക്ഷിക്കില്ല എന്ന പതിവ് പ്രതിരോധം ശബരിമല സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ CPMന് ഇനി ഒട്ടും മതിയാകാതെ വരും. തെക്കൻ കേരളത്തിൽ CPMന്റെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളും മുൻ MLAയുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. PK ചന്ദ്രാനന്ദനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയതിനു ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് CPM നിയോഗിച്ച ആദ്യ നേതാവായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാർ. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ LDFനെയും സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. സ്വർണ്ണക്കവർച്ചയിലെ അന്വേഷണവും അറസ്റ്റും ഉദ്യോഗസ്ഥർക്കപ്പുറം എത്തില്ലെന്ന ആദ്യഘട്ടത്തിലെ ദേവസ്വം വകുപ്പിന്റെയും CPMന്റെയും വിശ്വാസം കൂടിയാണ് തകരുന്നത്. കോടതിയുടെയും SITയുടെയും നടപടികൾ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത സർക്കാർ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഇടപെടലിനും ഇല്ല എന്നാണ് ആവർത്തിക്കുന്നത്. ശബരിമലയിൽ യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ പാർട്ടിയും സർക്കാരും മുന്നിട്ടിറങ്ങിയ ഘട്ടത്തിലെ പ്രസിഡന്റ് കൂടിയാണ് പത്മകുമാർ. അദ്ദേഹം എന്തൊക്കെ തുറന്നു പറയും എന്നത് CPMന്റെ നെഞ്ചിടിപ്പിക്കുന്നുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉന്നമിട്ട് പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും പത്മകുമാറും ഒരുമിച്ച് കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് പുറത്തുവരാനിടയുള്ള വിവരങ്ങൾ നിർണായകമാകുകയാണ്. വിശ്വാസികളുടെ മനസ്സിൽ ഈ സംഭവ പരമ്പര സൃഷ്ടിക്കാനിടയുള്ള രോഷം LDFന് ഗൗരവത്തിലെടുക്കേണ്ടി വരും. അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതോടെ പൂർണ്ണമായും അവതാളത്തിലായി. അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടമായി കഴിഞ്ഞു. അതിനായി ചെലവഴിച്ച കോടികളും ഇല്ലാതായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചനകൾ. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. സ്വർണ്ണപ്പാളികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിലെത്തിയത് എന്നുമാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ കടകംപള്ളി മുൻപ് പറഞ്ഞതെന്താണ്? ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകളൊന്നും തന്റെ മുൻപിലേക്ക്, അതായത് വിവാദ ഫയലുകളൊന്നും തന്നെ തന്റെ മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്നായിരുന്നു. സർക്കാർ ഇടപെടൽ ഉണ്ടായോ എന്ന് പരിശോധിക്കാനാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുക. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളിക്ക് നോട്ടീസ് നൽകാനാണ് ആലോചന. പോറ്റിക്ക് ദേവസ്വം മന്ത്രിയുമായി പരിചയമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പോറ്റിയുടെ കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ അതോ മന്ത്രിയുടെ മുന്നിലെത്തിയ നിവേദനം ബോർഡിന് കൈമാറുക മാത്രമായിരുന്നോ എന്നീ കാര്യങ്ങൾ പരിശോധിക്കും. കടകംപള്ളി വെറുതെ ഒരു അപേക്ഷ ഇത്തരത്തിൽ ബോർഡിന് കൈമാറില്ല. അങ്ങനെ കൈമാറിയാൽ പ്രസിഡന്റ് അത് അനുസരിക്കുകയുമില്ല. കടകംപള്ളി പോറ്റിയെ പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തിയതുകൊണ്ടാണ് താൻ പോറ്റിയെ വിശ്വസിച്ചത് എന്നാണ് പത്മകുമാറിന്റെ മൊഴിയിലുള്ളത്. ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനത്തിലും മന്ത്രിക്കോ വകുപ്പിനോ പങ്കില്ലെന്നാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മുന്നിൽ എത്തിയിട്ടില്ല. ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണ്. പാളികൾ ഇളക്കാൻ പറയാനും പൂശാൻ പറയാനും മന്ത്രിക്ക് അധികാരമില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞ് കടകം മറിഞ്ഞിരിക്കുന്നത്. 2019 ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും സ്പോൺസർ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി കൈപ്പറ്റി സ്വർണം പൂശി തിരിച്ച് സന്നിധാനത്തെത്തിച്ചു. 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങൾ മങ്ങിയെന്നും അവ വീണ്ടും സ്വർണം പൂശാമെന്നും ആവശ്യപ്പെട്ട് പോറ്റി വീണ്ടും ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും ദേവസ്വം ബോർഡ് ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പഴയ രീതിയിലുള്ള സ്വർണം പൂശൽ തടഞ്ഞു. വിവരമറിഞ്ഞതിന് പിന്നാലെ സ്പെഷ്യൽ കമ്മീഷണർ ഇടപെട്ടു. നിയമപ്രകാരം തന്നെ അറിയിക്കാതെയാണ് ഉരുപ്പടികൾ ചെന്നൈക്ക് കൊണ്ടുപോയതെന്ന് ഹൈക്കോടതി അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ ശബരിമല സ്വർണ്ണപ്പാളി സ്വർണം പൂശൽ വിവാദം അതിശക്തമായി പുറത്തേക്ക് വരുന്നത്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതി ഇടപെട്ടതോടെ സ്വർണ്ണപ്പാളി വിവാദം പുറം ലോകമറിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോഴും ഒരു വിവരങ്ങളും പുറത്തറിയുമായിരുന്നില്ല. വീണ്ടും അവിടെ കൊള്ളകൾ നടന്നുകൊണ്ടിരുന്നേനെ. പത്മകുമാറിന് കുരുക്കായത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എന്നിവരുടെ
മൊഴികളാണെന്നാണ് സൂചന. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ കാരണം? അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് SITക്ക് സാമ്പത്തിക ഇടപാടുകളുടെ ലിങ്കുകൾ കിട്ടുന്നത്. ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന് N വാസുവും ഉന്നതങ്ങളിലെ അറിവോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതെന്ന് സുധീഷ് കുമാറും മുരാരി ബാബുവും അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത്, ഇവരുടെ എല്ലാ മൊഴികൾ ചെന്ന് നിൽക്കുന്നത് പത്മകുമാറിലേക്കാണ്. പത്മകുമാറിനെ കൂടുതൽ കുരുക്കിയതാകട്ടെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴിയും. തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തത് എന്നാണ് മൊഴി വന്നിരിക്കുന്നത്. 2019 മാർച്ച് 19 ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് കട്ടിളപ്പാളി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ഈ യോഗത്തിന്റെ മിനിറ്റ്സിലാണ് സ്വർണം പൊതിഞ്ഞത് എന്നെഴുതിയിരുന്ന ഭാഗം പത്മകുമാർ പച്ചമഷി കൊണ്ട് വെട്ടി ചെമ്പ് എന്നെഴുതിയതും അതിന് താഴെ ഇത് കൊടുത്തുവിടാൻ യോഗം അനുവദിച്ചിരിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് പത്മകുമാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുരുക്കാകുന്നതും. പത്മകുമാറും വാസുവും ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന കാലത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും, ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. ദേവസ്വം ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ സെക്രട്ടറി അന്നോ അടുത്ത ദിവസമോ മിനിറ്റ്സായി എഴുതുമെന്ന് അംഗങ്ങൾ മൊഴി നൽകിയിരുന്നു. ആ ഡ്രാഫ്റ്റ് അംഗങ്ങളെ കാണിക്കും. അത് പരിശോധിച്ച് അംഗങ്ങൾ ഒപ്പിടും. ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിടും. അങ്ങനെയാണ് തീരുമാനം കൈക്കൊള്ളുന്നതെന്നും അംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രസ്തുത ദിവസത്തെ തീരുമാനത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നെഴുതിയ ഡ്രാഫ്റ്റാണ് ദേവസ്വം സെക്രട്ടറി കാണിച്ചതെന്നും അതിൽ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. തിരുത്തൽ പത്മകുമാർ സ്വയം ചെയ്തതാണെന്നും ദേവസ്വം ബോർഡ് തീരുമാനം അട്ടിമറിച്ചതാണെന്നും അംഗങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെയാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതും അറസ്റ്റിലേക്ക് നീങ്ങിയതും. ഇതിന് കടകംപള്ളിയുടെയോ അതിന് മുകളിലുള്ളവരുടെയോ സ്വാധീനം ഉണ്ടായിരുന്നോ എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരം സന്ദർശനം നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബന്ധുക്കൾ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരടുപ്പത്തിന്റെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നത് എന്നും ബന്ധുക്കൾ മൊഴി നൽകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ നിരന്തരം വരാൻ മാത്രം എന്താണ് ഇത്ര അടുത്ത ബന്ധം എന്നുള്ള അന്വേഷണമാണ് SIT ശക്തമാക്കിയിരിക്കുന്നത്. പത്മകുമാറിനെ സംരക്ഷിക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പത്മകുമാറിനെ തൽക്കാലത്തേക്ക് തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത്. പക്ഷേ ഇത് സ്വയം കുഴിയിൽ വീഴാതിരിക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തിയിരിക്കുന്നത്. കാരണം പത്മകുമാറിന്റെ കക്ഷത്തിലാണ് CPMന്റെ ഭാവി ഇരിക്കുന്നത്. പാർട്ടി കൂടി തള്ളി പറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പത്മകുമാർ പലതുമൊക്കെ വിളിച്ചു പറയും. കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ ഉന്നത ഇടപെടലുകൾ ഇപ്പോൾ സജീവമാണ്. എന്നാൽ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘമായതിനാൽ ആർക്കും ഇടപെടാനും കഴിയുന്നില്ല. പാർട്ടിക്കും സർക്കാരിനും വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ കുറവാണ്. കടകംപള്ളിയുടെ മാത്രം സ്വത്താണോ പോറ്റിയെന്നാണ് ഇനി അടുത്തറിയേണ്ടത്. അതോ CPMന്റെ സ്വത്താണോ എന്നും അറിയണം. CPMന്റെ സ്വത്താണെങ്കിൽ പാർട്ടി മറുപടി പറയേണ്ടി വരും. എങ്കിൽ കടകംപള്ളിക്ക് പാർട്ടിയിൽ നിന്നും സംരക്ഷണം ലഭിക്കും. ഇതിനാണ് സാധ്യതയുള്ളത്. വിജയ് മല്യ നൽകിയത് സ്വർണമായിരുന്നെങ്കിൽ 2019 പ്ലേറ്റിംഗിന് എങ്ങനെ ചെമ്പുപാളി നൽകാനാകും എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ആരാണ് വിജയ് മല്യ നൽകിയത് എടുത്തു മാറ്റിയത്? ആരൊക്കെ അതിൽ കൈയിട്ട് വാരി? എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. ദേവസ്വം വിജിലൻസിന്റെ അസാന്നിധ്യത്തിലാണ് പാളികൾ 2019 അടിച്ചത്. ദേവസ്വം പ്രതിനിധി ഇല്ലാതെ സ്പോൺസറുടെ കൈവശം 14 പാളികൾ കൊടുത്തയക്കുകയായിരുന്നു. 39 ദിവസത്തിന് ശേഷമാണ് ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത് പോലും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുമായി ഊരുതണ്ടാനുള്ള എല്ലാ സഹായവും ദേവസ്വം ബോർഡ് തന്നെ ചെയ്തു കൊടുത്തു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ പാളികൾ കാണാതിരുന്നിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ പോറ്റിയെ വിളിക്കുകയോ ചെയ്തില്ല? പോറ്റി തിരികെ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് അത് അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ പോറ്റിക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് കൊടുത്തുവിടുകയായിരുന്നു. അതിൽ നിന്ന് ആരൊക്കെയോ പങ്കുപറ്റിയിട്ടുമുണ്ട്. സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചപ്പോൾ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നും യഥാർത്ഥ പാളികൾ പുറത്തെത്തിച്ച് അവയുടെ പകർപ്പ് ചെമ്പിൽ പുതുതായി ഉണ്ടാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സ്വർണം പൂശുന്നതും പൊതിയുന്നതും ചെമ്പുപാളിയിലാണ്. വിജയ് മല്യ സ്വർണം പൊതിയുന്ന ജോലികൾ സന്നിധാനത്താണ് നടത്തിയത്. ഇതിനായി ശ്രീകോവിലിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പ് തകിടും മേൽക്കൂരയിലെ പലകയും നീക്കി കൊടുക്കുകയായിരുന്നു. അതിനുശേഷം പുതിയ തേക്ക് പലക അടിച്ചുറപ്പിച്ച് മുകളിൽ പുതിയ ചെമ്പുപാളി തറച്ചു. അതിനു മുകളിൽ വേറെ ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു.
ചെന്നൈ മൈലാപ്പൂർ JNR ജ്വല്ലറി ഉടമ നാഗരാജിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 53 ശില്പികളാണ് ഇതിന്റെ പണി നിർവഹിച്ചത്. ഇത്തരം പ്രധാനപ്പെട്ട ജോലികളെല്ലാം ശബരിമലയിൽ ഇരുന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ 2019 അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഇതെടുത്തുകൊണ്ട് പോകാനും ഊരുതെണ്ടാനുമുള്ള അവസരം വരെ ഒരുക്കിക്കൊടുത്തു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പോലും അറിയാതെയാണ് ഇത്തരത്തിൽ കൃത്രിമം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും SITയെ അന്വേഷണം ഏൽപ്പിച്ചതും നേരിട്ട് ഹൈക്കോടതിയെ തന്നെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലെയും വിവരങ്ങൾ അറിയിക്കണമെന്നും ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചുവെന്ന് സർക്കാർ സംവിധാനം പറയുന്നത് തന്നെ നാണക്കേടാണ്. അതായത് പോറ്റിയുടെ പണത്തിനു മുന്നിൽ സർക്കാരിന്റെ കണ്ണു മങ്ങി. അതാണ് പത്മകുമാറിന്റെ കക്ഷത്ത് CPMന്റെ തല അകപ്പെടാൻ കാരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.